ഒറ്റപ്പാലത്ത് നമ്മൾ ഡോർ സ്റ്റെപ്പിൽ പോയി വാഷ് ചെയ്ത് കൊടുത്തൊരു സ്വിഫ്റ്റായിരുന്നു അത്. ഈ സ്വിഫ്റ്റിൽ മെയിനായിട്ടൊരു പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്വിഫ്റ്റ് ഒരുപാട് ദിവസം മരത്തിൻ്റെ ചോട്ടിൽ നിർത്തിയിട്ടിട്ട് അത് മരത്തിൽ നിന്ന് വീണിട്ടുള്ള കായകൾ, മരത്തിൽ നിന്ന് വീണിട്ടുള്ള പക്ഷികളുടെ ഡ്രോപ്പിങ്സ്, ബേർഡ് ഡ്രോപ്പിങ്സ്, അങ്ങനെ ഒരുപാട് വണ്ടിയുടെ പെയിൻറ്റിൽ പറ്റിപ്പിടിച്ച ഒരുപാട് കറകളുണ്ടായിരുന്നു. നിങ്ങൾ ഇതിൽ കാണുന്നത് പോലെ വണ്ടിയിൽ കാക്കയുടേതായിട്ടുള്ള ബേർഡ് ഡ്രോപ്പിങ്സ് കാണാൻ പറ്റും. അതുപോലെ തന്നെ മരത്തിൽ നിന്ന് വീണിട്ടുള്ള ഫുൾ സീഡ്സും കാര്യങ്ങളും ഇതിൽ അക്യുമുലേറ്റ് ആയിട്ടുണ്ട്. പിന്നെ അതിൽ കറ പറ്റി പിടിച്ചിരിക്കുകയായിരുന്നു. ഒരു കുറേ ദിവസത്തോളം ഇത് മരത്തിൻ്റെ അടിയിലായിരുന്നു. പിന്നെ വണ്ടി ഓടിയതായിട്ടുള്ള വണ്ടി നോർമൽ അഴുക്കുകൾ അതായിട്ടുണ്ട്. നമ്മളപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ചാലഞ്ചിങ് ആയിട്ട് നമുക്ക് തോന്നിയത്. പക്ഷേ ഇപ്പോൾ എൻജിൻ ബേയും കാണുന്നത് പോലെ വളരെ മോശം കണ്ടീഷനിലായിരുന്നു. നമ്മളങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മുടെ വാഷ് പ്രോസസ്സ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു, ഡീപ്പ് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വാഷിന് ശേഷം ഉള്ള റിസൾട്ട്സാണ്. ഇതിൽ നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്തതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്ന റിസൾട്ട് കിട്ടിയിരിക്കുന്നത്. ഇതിലൊരു പോളിഷിങ്ങോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. നമ്മളുടെ ഡീറ്റെയിൽഡ് വാഷ് ചെയ്തതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ നിങ്ങളീ കാണുന്നത്. അതുപോലെ തന്നെ ഇൻറ്റീരിയറിലും വാക്യൂം ചെയ്ത് ഇൻറ്റീരിയറിൽ ഡോറ്, ഡാഷ്ബോർഡ്, സീറ്റ്, സെൻറ്റർ കൺസോൾ എല്ലാ ഭാഗങ്ങളും നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കസ്റ്റമറിന് കൊടുത്തിട്ടുണ്ട്. കസ്റ്റമർ വളരെ ഹാപ്പിയാണ്. ഞങ്ങൾക്കും ഈ റിസൾട്ടിൻ്റെ ഔട്ട്പുട്ട് കാണുമ്പോൾ നമ്മൾക്കും ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. കാരണം ഈ വണ്ടി നമുക്ക് ഇത്രയും റിസ്റ്റോർ ചെയ്യാൻ പറ്റി, തിരിച്ച് വീണ്ടും നിയർ ടു ന്യൂ എന്നുള്ളൊരു സ്റ്റേറ്റിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റി. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടാവും അതിൻ്റെ ഒരു ഡിഫറൻസ്. എൻജിൻ ബേ ആയാലും പുറമെയുള്ള പെയിൻ്റ് ആയാലും മൊത്തത്തിൽ വണ്ടി നമുക്ക് ആ ഷൈന് തിരിച്ച് കിട്ടിയിട്ടുണ്ട്. ഒരു എക്സ്ട്രാ ഷൈൻ എന്ന് തന്നെ പറയാം. വണ്ടി എല്ലാ രീതിയിലും ഇൻറ്റീരിയറിൻ്റെ എക്സ്റ്റീരിയർ ഫുള്ള് നമ്മൾ വാഷ് ചെയ്ത് ഡീറ്റെയിൽഡ് ആൻഡ് ഡീപ്പ് ക്ലീനിങ് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്ത് കസ്റ്റമർക്ക് കൊടുത്തിട്ടുണ്ട്.